ചേട്ടാ അറിഞ്ഞോ, നമ്മുടെ അപ്പുറത്തെ ഏരിയയിലെ ആന്റിയുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടി തെറിച്ചു വന്ന്. ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല, എനിക്ക് ഗ്യാസ് സിലിണ്ടർ കാണുമ്പോൾ തന്നെ പേടിയാവുക. നീ എന്തായി പറയുന്നത്? ഗ്യാസ് സിലിണ്ടർ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ബേസ്റ്റ് ആവുന്നില്ല. പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. 3 മിസ്റ്റേക്കോ? അതെന്താ? ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗ്യാസ് ലീക്കായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് നമുക്ക് സ്മെല്ലോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വീട്ടിലെ സ്വിച്ചോ ലൈറ്റോ ബൾബോ ഫാനോ ഒന്നും ഓൺ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ചെറിയൊരു സ്പാർക്ക് മതി മൊത്തം പൊട്ടി അങ്ങ് തകർന്നു പോകും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗ്യാസ് ലീക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഡോറ് വിൻഡോ എല്ലാം ഓപ്പൺ ചെയ്ത് വിടുക. വിട്ടോളോ, ഓടിക്കോളോ അത് കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ ഒരു ഗ്യാസ് സിലിണ്ടർ നീ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പലപ്പോഴും ഒബ്സർവ് ചെയ്യേണ്ട വിടുന്നൊരു കാര്യമാണ്. അതിൽ ABCD ഇവയിൽ ഏതെങ്കിലും ഒരു ആൽഫബറ്റ് അതിനകത്തുണ്ടാവും. ഫോർ എക്സാമ്പിൾ നിന്റെ സിലിണ്ടറിനകത്ത് A എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് ജനുവരി തൊട്ട് മാർച്ച് വരെയാണ് അതിന്റെ എക്സ്പയറി ഡേറ്റ്. അതായത് ജനുവരി തൊട്ട് മാർച്ച് വരെയുള്ള കാലയളവിനുള്ളിൽ ആ ഗ്യാസ് ഉപയോഗിച്ച് തീർക്കുക. ഇനി അഥവാ B എന്നാണെങ്കിൽ അത് സെക്കൻഡ് ക്വാർട്ടർ, അതായത് ഏപ്രിൽ ടു ജൂൺ. C എന്നാണെങ്കിൽ ജൂലൈ ടു സെപ്റ്റംബർ. ഇനി D എന്നാണെങ്കിൽ ഒക്ടോബർ ടു ഡിസംബർ. ഇങ്ങനെ 4 കാറ്റഗറി ഉണ്ടാവും ഗ്യാസ് സിലിണ്ടറിൽ. അതുപോലെ തന്നെ ഗ്യാസ് തരുന്ന ഏജൻസി ഉണ്ടല്ലോ, അവർ ഈ കാര്യങ്ങളൊക്കെ നോക്കി കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഗ്യാസ് റീഫിൽ ചെയ്യാൻ പാടുള്ളൂ. ഇൻ കേസ് നമുക്ക് ലഭിക്കുന്ന ഗ്യാസിൽ അത് ഏത് മാസമാണ് ഉപയോഗിക്കേണ്ടത് എന്നതിന്റെ അല്ലാത്ത, ഫോർ എക്സാമ്പിൾ നമുക്ക് ജനുവരി ടു മാർച്ച് കാലയളവിൽ നമുക്ക് B എന്ന ആൽഫബറ്റ് വെച്ചുള്ള ഗ്യാസ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് ഏജൻസിനെ വിളിച്ചിട്ട് റിട്ടേൺ ചെയ്യാൻ പറയണം. മറ്റൊരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്യാസിന്റെ പൈപ്പും സിലിണ്ടറിന്റെ ആ ഒരു ക്യാപ്പൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കും. അത് ആക്ച്വലി വലിയ മിസ്റ്റേക്കാണ്. BIS ഹോൾമാർക്കുള്ള റെഗുലേറ്ററും പൈപ്പും മാത്രമേ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ, ഈ എക്യുപ്മെന്റ്സ് ഒക്കെ നിങ്ങളുടെ ഏജൻസിയിൽ നിന്ന് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ, ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങാൻ പാടില്ല. ചേട്ടൻ പറഞ്ഞു തന്നത് എന്തായാലും നന്നായി. ഞാൻ ഇപ്പൊ തന്നെ പോയി സിലിണ്ടർ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. സോ അപകടം വരുത്താതെ നോക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നീയും ശ്രദ്ധിക്കാൻ മറക്കണ്ട. ഓക്കെ, ഞാൻ ചെയ്തോളാം. Boss wala. Be the boss.